മോനെ ഞങ്ങളെന്നാ പോയിട്ട് വരാം. ശരി ശരി അമ്മ, വരാം. നീ എന്റെ ഫോണിൽ നിന്ന് മുത്തശ്ശിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ പറ. ഹലോ ഹലോ മുത്തശ്ശി, ഞാൻ അഞ്ജിത. പറ മോളെ. മുത്തശ്ശി, ഞാനിത് അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ ഫോണ് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. അയ്യോ, മറന്നു വെച്ചോ? എവിടെ മോള് വെച്ചേ? അവിടെ ബെഡില്ലേ, അവിടുത്തെ ടീപ്പോ അവിടെയാ വെച്ചേ. ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. മുത്തശ്ശി, ഞങ്ങൾ അവിടുന്ന് കുറച്ചിങ്ങ് പോന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഫോണ് ആരുടെങ്കിലും കയ്യിൽ കൊടുത്തു വിടാൻ പറ്റുമോ? അല്ല, ഇവിടെ ഇപ്പൊ ആരാ? ഞാൻ ഋഷിയുടെ കയ്യിൽ കൊടുത്തു വിടാം. മോളൊന്ന് ഫോൺ ഹോൾഡ് ചെയ്യണേ. ഋഷി, മോനെ ഋഷി. സംഗതി ഫോൺ ഋഷിയുടെ കൊടുത്തു വിടും. പറഞ്ഞില്ലേ, നീ അങ്ങോട്ട് ഫോണുമായി നെഹ്റു പാർക്കിൽ വരാൻ പറ. അവിടെ ആകുമ്പോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. എന്താ മുത്തശ്ശി, എന്താ വിളിച്ചേ? എടാ, അഞ്ജിത അവളുടെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. നീ ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തേ. ഋഷി വന്നിട്ടുണ്ട്. എനിക്കൊന്നും വയ്യ. ആരാണോ മറന്നു വെച്ചത് അവരോടൊന്ന് എടുത്തോണ്ട് പോവാൻ പറ. എടാ, കുട്ടി ലൈനിലുണ്ട്. നീ പറയുന്നതൊക്കെ അവള് കേൾക്കും. മര്യാദക്കേ ഈ ഫോൺ അവളെ കൊണ്ട് കൊടുക്ക. ഇതിപ്പോ എവിടെയാ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? നീ അഞ്ജിതയോട് തന്നെ ചോദിക്കും. ഹലോ ഋഷി സാറേ, പ്ലീസ് എൻ്റെ ആ ഫോണൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ശരി ശരി. എവിടെയാ വരണ്ടേ? ഞാനിപ്പോ നെഹ്റു പാർക്കിലാ ഉള്ളത്. ശരി, അവിടെ വെയിറ്റ്. നീ പാർക്കിൽ കയറി ഇരിക്കേ, ഞാൻ പൊക്കോട്ടെ. അമ്മ എവിടെ പോവാ? അമ്മയും കൂടെ ഇവിടെ നിൽക്കുക. എടി, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പൂച്ചയ്ക്ക് എന്തിനാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? നീയും ഋഷിയും തമ്മിൽ തനിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തന്നെ. അത് നീ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഞാൻ കൂടെ നിന്ന അവനും നിനക്കും തമ്മിൽ മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോവാം. അവിടെ പോവാ. അങ്ങോട്ടൊന്ന് പോവാ. അങ്ങോട്ട് പോയാലേ ആരെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് പോകും. ഏഞ്ചൽ, ഏഞ്ചലെ വാ 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 ഏഞ്ചലെ. ഞാനിവിടെ ഇരിക്കാം. ഇതെല്ലാം ഇയാള് കാരണം ഉണ്ടായ മുറിവാ. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ. കുട്ടന് വേദനിക്കുന്നുണ്ടോ? ഏയ്, എനിക്ക് വേദനയൊന്നുമില്ല. മലക തൊട്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സുഖം തോന്നാ. മലക നമുക്ക് കളിക്കാം. നമുക്ക് 1 2 3 സാറ്റ് കളിക്കാം. മലക എണ്ണ, ഞാൻ ഒളിക്കും. നമുക്ക് കളിക്കാം. ഏയ്, അതൊന്നും ശരിയാവില്ല. കുട്ടന്റെ ഒരു ആഗ്രഹമല്ലേ? അതൊന്നും പറ്റില്ല. മാമ വന്നേ, വന്നാ കുട്ട എന്തായി കാണിക്കുന്നത്? കുട്ടന്റെ അടുത്ത് മാറരുതെന്നാ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ട പറയുന്നത് കേക്ക്. പോ പോ മാമ പോ. ഞാൻ ഈ കോളെടുത്ത് സംസാരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോകരുത്. നമുക്ക് കളിക്കാം. അതിനു മുൻപേ കുട്ടനിങ്ങോട്ട് വന്നേ. എന്താ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കേ. ഇവിടെ ഇരിക്കേ. അങ്ങനെ എന്താ കൊണ്ടുവന്നേ? അതിപ്പോ നമുക്ക് കാണാലോ.
ഇടിയപ്പോ ആ ഞാൻ കൂട്ടിന് തരട്ടെ, കഴിക്കില്ലേ? കഴിച്ചേ. എനിക്ക് വേണ്ട, ഇത് കഴിക്കുക. ഇതില് കയ്പൊന്നുമില്ല, കഴിക്കൂ കൂട്ടാ. എനിക്ക് വേണ്ട. അയ്യോ ഈശ്വരാ, എങ്ങനെ ഈ മരുന്നൊന്ന് കഴിപ്പിക്ക? കൂട്ടാ, കുട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? പലഹാരം? എനിക്ക് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പാണ് ഇഷ്ടം. ഉണ്ണിയപ്പം ഉണ്ടോ? കുട്ടനൊന്ന് കണ്ണടച്ചേ. കണ്ണടയ്ക്ക കൂട്ടാ. ഉണ്ണിയപ്പം വേണമെങ്കിൽ കണ്ണടയ്ക്കണം. തുറന്ന് നോക്കരുതേ. എന്തോ ഒരു ഭാഗ്യത്തിന് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് എത്ര നന്നായി. കണ്ണടച്ചോ, ഇപ്പം വരും കുട്ടന്. കണ്ണുറക്കാറായോ? ആ, ഇനി കണ്ണു തുറന്നേ. തുറക്കട്ടെ. ഹായ് ഉണ്ണിയപ്പം. ഹായ്, നല്ല ഉണ്ണിയപ്പം. കൊള്ളാവോ? ഇപ്പൊ കയ്പൊന്നും ഇല്ലല്ലോ. നല്ല ടേസ്റ്റ്, നല്ല മധുരം. കഴിക്കേ. കഴിക്കേ. നല്ല ഉണ്ണിയപ്പം, എനിക്ക് കുറെ ഇഷ്ടായി. ഇതുപോലെ എനിക്ക് എന്നും എന്തെങ്കിലും ഉണ്ടായി തരുമോ? കൊണ്ടുവരാലോ. ഇനി നാളെ എന്താ കൊണ്ടുവരണ്ടേ? നാളെ ദോശ. പിന്നെന്താ, കൊണ്ടുവരാലോ. ആ ദേ ചേട്ടൻ വന്നല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. മാലക്ക് പോവാണോ? ഞാൻ പോയിട്ടേ നാളെ വരാൻ കുട്ടാ. വേണ്ട, മാലക്ക് പോവണ്ട. അയ്യോ, പോവാതിരിക്കാൻ പറ്റില്ല. നാളെ വരാം. നാളെ നമുക്ക് കാണാലോ. ഞാൻ ഇറങ്ങുക, നോക്കിക്കോണേ. പോട്ടെ കുട്ടാ, നാളെ നേരത്തെ വരില്ലേ? മാലക്ക് ടാറ്റാ. ആ കേറിക്കേ. ഓട്ടോ. വെറുതെ ഗോപിയെ തെറ്റിദ്ധരിച്ചു. അത് വേണ്ടായിരുന്നു. ആ വണ്ടിയുടെ പുറകെ തന്നെ വിട്ടാ മതി. കുറച്ച് വേഗം. ആ കാർ അവിടെ
പെങ്ങളെ ആ കാറ് കാണുന്നില്ല. ഇനി ഏത് വഴിക്കാ പോകേണ്ടത്? അത് മിസ്സായിന്ന് തോന്നുന്നു ചേട്ടാ. ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ചേട്ടാ വണ്ടി നേരെ നേതാജി റോഡിലേക്ക് വിട്ടോളൂ. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ആ ശരി. ശരി, ഇറങ്ങുന്നല്ലേ? ഞാനെന്തിനാ ഇറങ്ങുന്നത്? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ശരി. സംഗതി ഏൽക്കുന്നുണ്ട്. അങ്ങനെ അടിച്ച് കേറി വാ. മോനെ താഴ്ത്തിട്. അയ്യോ, ഞാൻ എന്റെ ഈ കാണുന്നേ ഋഷിമോനാണോ അഞ്ജലിയെ കൊണ്ടുവിട്ടെ? അല്ല ആൻറ്റി, ഞാൻ... വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. മോൻ ഇവളെ കൊണ്ടുവിട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മോൻ ഇറങ്ങിക്ക്. അല്ല, ഇനി നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് ഋഷിമോനല്ലേ? നീ എന്താ മോനെ അകത്തോട്ട് വിളിക്കാത്ത? മോൻ വാ. ഇതുവരെ വന്ന സ്ഥിതിക്ക് അകത്തോട്ട് കേറാതെ പോകുന്നത് ശരിയല്ല. ഞാൻ വിളിച്ചതാ അമ്മേ. ഋഷേണ്ണ എന്തോ തിരക്കുണ്ട് പോലും. എന്ത് തിരക്ക്? അകത്ത് കേറി ഒരു ചായ കുടിച്ചിട്ട് പോയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയ്യോ വാ 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 ആൻറ്റി, അത് പിന്നെ മോൻ വാ, ഇറങ്ങ്. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യവും ഇല്ല. വാ, ഇത് അന്യ വീടൊന്നും അല്ല. മോൻ വന്നേ. വാ വാ. ഋഷേട്ടാ, വാ വാ, ഇരിക്കും മോനെ. ഇരിക്ക. ഇവരെവിടെ എത്തിയോ? ഇരിക്കോ, ഇരിക്കോ, ഇരുന്നോളൂ. ഋഷി എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. സുഖാണോ? ആ, സുഖം. നീ എത്തിയോ? ചേച്ചി, ഇയാൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മോളെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ എന്റെ ധാരണയൊക്കെ മാറി. പുറത്തുനിന്ന് ഒരാള് വന്ന് നിക്കുമ്പോ നിങ്ങള് ചേച്ചി അനിയത്തിയും കൂടി എന്താ കുശൂഷിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ചേച്ചി, ചേച്ചി എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. നീയും ഋഷിയും തമ്മിൽ അഫയറിലാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ അത് മാറി. നീയല്ല, ആൾ അഞ്ജിതയാണെന്നാ തോന്നുന്നത്. അഞ്ജിതയെ ഋഷി എവിടെ കൊണ്ടുവന്നാക്കിയത്? ഞാനൊന്ന് ഇറങ്ങട്ടെ, എനിക്ക് പോണം. അതുകൊള്ളാം. ഇവിടെ വന്നുള്ളൊരു ചായ പോലും കുടിക്കാതെ പോവാണ്. മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ എവിടെ പോകാനാ? ഇരിക്ക്. ആരെങ്കിലും ഒരാൾ പോയി ഉഷയ്ക്ക് ചായ എടുത്തുണ്ടോ? ഗോപികെ, ഞാൻ ഉണ്ടാക്കാം. ശരി.
ഞാൻ ഉണ്ടാക്കിക്കോളാം. അതെന്തിനാ? ഞാൻ ഉണ്ടാക്കിക്കോളാം. ചായ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ശരി, എന്നാ നീ തന്നെ ഉണ്ടാക്കിക്കോ. മാറി. അഞ്ജിതയോടൊപ്പം കറങ്ങി നടന്ന മഹാനല്ലേ. ഉപ്പിട്ട് ചായ കുടിച്ചാ മതി. അഞ്ജിതയെ കൊണ്ടുവരാൻ വേണ്ടി ഋഷി ബുദ്ധിമുട്ടിയല്ലേ? അഞ്ജിത പറഞ്ഞതാണോ അതോ? ഏയ്, അഞ്ജിത പറഞ്ഞിട്ടൊന്നുമില്ല. അഞ്ജിത മൊബൈല് അവിടെ മറന്നു വെച്ചിട്ടാ ഇറങ്ങിയത്. ഓഹോ. മുത്തശ്ശിയാ പറഞ്ഞത് ആ മൊബൈൽ അഞ്ജിതയ്ക്ക് കൊണ്ടു കൊടുക്കാൻ. സത്യത്തിൽ ഞാൻ മടിച്ചതാ. പക്ഷേ മുത്തശ്ശി പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ. അങ്ങനെ പാർക്കിൽ വെയിറ്റ് ചെയ്തിരുന്ന അഞ്ജിതയ്ക്ക് മൊബൈൽ കൊടുക്കാൻ വന്ന ഞാനാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഓ. പാർക്കിൽ നിന്ന് ഇത്തിരി ദൂരേലേ ഉള്ളൂ ഇവിടേക്ക്. എന്നാ പിന്നെ അഞ്ജിത ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്ന് കരുതി. അപ്പൊ ആള് മിസ്റ്റർ ക്ലീൻ തന്നെയാണ്. ചായ വന്നല്ലോ. ചായ. കുടിക്കുമോനെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. ചായ വേണ്ട, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. മുത്തശ്ശ, എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി ചെല്ല. അടുത്ത സ്ട്രീറ്റിൽ ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താൻ ഉടനെ വരണം. വെയിറ്റ് ചെയ്തോ, ഞാൻ ഇപ്പൊ വരാം. അവിടെ ചെന്ന് കണ്ടിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് വരാം. അടിക്കല്ലേ? എന്തായി കാണിക്കുന്നത്? അടിക്കല്ലേ ഗോപി? വേണ്ട. എടോ, തന്നെ കാണാൻ വേണ്ടിയാ ഞാൻ വീട്ടിലോട്ട് വന്നത്. വേണ്ട വേണ്ട, എന്നോട് കള്ളത്തരൊന്നും പറയണ്ട. ആ അഞ്ജിതയെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് ഋഷിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളെ കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. ഋഷിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ? ഗോപിക ഇതെന്റെ മുത്തശ്ശി ഉണ്ടാക്കിയ കുരുക്കാണ്. ഓ, അഞ്ജിത മറന്നു വെച്ച ഫോണ് മുത്തശ്ശി കണ്ടതാ ഏണിയായത്. മുത്തശ്ശിക്ക് ഒരേ നിർബന്ധം, അവള് മറന്നു വെച്ച ഫോണ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ അവളെ കാണാനായിട്ട് പോയത്. പിന്നെ അവിടെ വരുമ്പോ എന്റെ ഗോപികയ്ക്ക് ഒരു സർപ്രൈസ് ആവുമല്ലോ എന്ന് കരുതി. ഞാൻ വിശ്വസിച്ചു. ഈ കള്ളത്തിലൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് അഞ്ജിത കൊണ്ടുവന്ന ചായയില് ഉപ്പിട്ടത് താനല്ലേടോ?
എനിക്കത് മനസ്സിലായി. എന്തായാലും ഒരിക്കലും അഞ്ജിത അങ്ങനെ ചെയ്യില്ല. ഓഹോ, അപ്പൊ ഞാൻ ഉപ്പിട്ട ചായ തരുമെന്ന് അവള് മധുരിട്ട ചായ തരുമെന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ അല്ലേന്ന് ഇയാൾക്ക് ഉപ്പല്ല വിഷം ചേർക്കണ്ട. വിഷം ചേർത്ത് തരണമെങ്കിൽ തന്നോ. വിഷം കഴിച്ച് ഞാൻ ചാവുന്നത് തനിക്ക് സന്തോഷമാവുമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഋഷി വേണ്ട, ഈ വക വാക്കുകളൊന്നും എന്നോട് പറയരുത്. എടോ ഞാൻ ചുമ്മാ. വേണ്ട, എനിക്കിതൊക്കെ വിഷമാവും. എടോ തനിക്ക് എന്നെ സംശയമാണോ? സംശയോ? ഹേ, എന്റെ ഋഷി എനിക്ക് വിശ്വാസം. പക്ഷെ അഞ്ജിതയും കൂട്ടി വീട്ടിൽ വന്നപ്പോ എനിക്കത് സഹിച്ചില്ല. ഗോപിക, നമുക്കിടയിൽ അനാവശ്യമായ ഒരു സംശയവും വേണ്ട. ഒരിക്കൽ തന്നെ സംശയിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച് തീർത്ത വേദന എനിക്കിപ്പോഴും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അനുഭവവും ഇനി നമ്മുടെ ബന്ധത്തിലുണ്ടാകാൻ പാടില്ല. ഗോപികയ്ക്ക് എന്നിലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. ഗോപികയ്ക്ക് വേദന തോന്നുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രോമിസ്. എന്റെ ഭാഗത്ത് നിന്ന് ഞാനും ഋഷിയെ വിഷമിപ്പിക്കില്ല ഒരിക്കലും.